ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കളക്ഷൻ അപ്ഡേറ്റുകളാണ്, കളക്ഷൻ റിപ്പോർട്ടുകളാണ്. അതായത് നടികർ, പവി കെയർടേക്കർ, മലയാളി ഫ്രം ഇന്ത്യ, ആവേശം, വർഷങ്ങൾക്ക് ശേഷം, ആടുജീവിതം, ഈ സിനിമകളുടെ ഇതുവരെയുള്ള എന്താ പറയുക കളക്ഷൻ അപ്ഡേറ്റുകളാണ്. ഇന്ന് മെയ് മാസം 6-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ വരെ ഉള്ള ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സിനിമ നടികർ. കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ ഈ ഒരു സിനിമയ്ക്ക് എന്താ പറയുക നെഗറ്റീവ് റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഡേ ഈ സിനിമ കളക്ഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ 3 ദിവസം കൊണ്ട് ഈ ഒരു സിനിമ കേരളത്തിൽ മാത്രമായിട്ട് 3 കോടിയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ മാത്രമായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമ 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 40 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. ബോക്സ് ഓഫീസിൽ നിരാശയായിരുന്നു ഈ ദിവസം വരെ, 3 ദിവസം വരെയുള്ള ഈ സിനിമയുടെ ആദ്യത്തെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ എന്താ പറയുക ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 3 കോടിയാണ് കേരളത്തിൽ നിന്നും, വേൾഡ് വൈഡായിട്ട് 5 കോടിയാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഒരു നിരാശയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. അടുത്ത നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഈ സിനിമ 10 ദിവസം കൊണ്ട് പിന്നെയുള്ള കളക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഇന്നലെ കളക്ഷൻ കൂടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു 10 ദിവസം കൊണ്ട് 6 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളത്. വേൾഡ് വൈഡായിട്ട് 11 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളത്. അപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡീസൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 10 കോടിക്ക് താഴെയാണ് ഈ സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത്. മെല്ലെ ഇതേപോലെ 1-2 ആഴ്ചയും കൂടി തിയേറ്ററിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ വിജയിക്കും എന്നാണ് തോന്നുന്നത്. ഏകദേശം 15 കോടിക്ക് മുകളിൽ എത്തിയാൽ സിനിമ ഒരു ആവറേജ് വിജയമെങ്കിലും കരസ്ഥമാക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിജയിക്കട്ടെ. ഓക്കെ, മൂന്നാമത്തെ സിനിമ മലയാളി ഫ്രം ഇന്ത്യ. നമ്മുടെ വിൻപോളി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. 5 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമ 7 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. മിക്സഡ് റിവ്യൂസ് ആയിരുന്നു കൂടുതലും വന്നിട്ടുള്ളത്. അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുള്ളത് മിക്സഡ് ആയിട്ടാണ്. ഒരു ഡീസൻറ്റ് കളക്ഷനാണ്. എന്തായാലും മിക്സഡ് അഭിപ്രായമാണെങ്കിൽ പോലും ഡീസൻറ്റ് കളക്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് 15 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 30 കോടിയാണ് ഈ സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത്. ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വിജയിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം നമുക്ക്. അടുത്തത് നമ്മുടെ മലയാളത്തിൻ്റെ രംഗണ്ണൻ ആവേശം. 25 ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് വലിയൊരു കളക്ഷനാണ് ഈ സിനിമ നേടിയിട്ടുള്ളത്. ഏകദേശം 30 കോടിക്ക് അടുത്താണ് സിനിമയുടെ ബജറ്റ് കണക്കാക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 72 കോടി കളക്ഷൻ നേടിയിട്ടുണ്ട് ഈ സിനിമ. കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ടാണ്. വേൾഡ് വൈഡിൽ 148 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ 150ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഓരോ കോടിയെങ്കിലും നേടുന്നുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ഫഹദ് ഫാസിലിൻ്റെ ഒരു ഗംഭീര വിജയം തന്നെയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ആവേശം ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, അടുത്ത ആഴ്ച OTT റിലീസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ OTT റിലീസ് ചെയ്യാതിരിക്കട്ടെ. ഒരു 2 ആഴ്ചയും കൂടി തിയേറ്ററിലൂടെ ആണെങ്കിൽ ഒരു 200 കോടി കളക്ഷന് മുകളിലെത്തും എന്നുള്ളതാണ് ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അടുത്തത് ആവേശത്തിൻ്റെ കൂടെ തന്നെ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 82 കോടിയാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത് 25 ദിവസം കൊണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 35 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ഒരു സിനിമ. അപ്പം വർഷങ്ങൾക്ക് ശേഷം, അതായത് 2 ക്ലാഷ് ആയിട്ട് വന്ന സിനിമയാണെങ്കിൽ പോലും 2 സിനിമയും വിജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഹിറ്റ് അടിച്ചു, ആവേശം ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത് ആടുജീവിതമാണ്. 40 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 78 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളത്. വേൾഡ് വൈഡായിട്ട് 157 കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു ആടുജീവിതം. അപ്പം ഇനിയും കുറച്ച് ദിവസങ്ങളോട് തിയേറ്ററിൽ കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും 200 കോടിക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 200 കോടി അടിക്കുമോ ഇല്ലയോ എന്നുള്ള കാത്തിരുന്ന് കാണാം. ഒരു 10 കോടിയും 11 കോടിയും കൂടിയും കേരളത്തിൽ നിന്ന് മാത്രം നേടിക്കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് കൂടി ആവാം ഈ സിനിമയ്ക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.